സിന്ദൂരരേഖ ഭാഗം 83. പ്രണയം കടന്ന് മറ്റു പലതും തനിക്ക് തോന്നിയ അവസരത്തിൽ അവൻ്റെ കൈകൾ അവൻ പോലും അറിയാതെ അവളുടെ ദേഹത്തേക്ക് അരിച്ചിറങ്ങി. ഇടുപ്പിലൂടെ തെന്നി നീങ്ങി അവൻ്റെ കൈകൾ അവളുടെ മാറിൽ വന്നു നിന്നു. ചുംബനം മൂർച്ഛിച്ച അവസ്ഥയിൽ അവൻ്റെ കരങ്ങൾ അവിടെ അമർന്നുപോയി. ഒരു നിമിഷം തൻ്റെ ശരീരത്തിൽ തോന്നിയ നോവിൽ അമ്മാളു ഒന്ന് നിശ്ചലമായി. അതേ നിമിഷം തന്നെ അവൻ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർത്തിയിരുന്നു. കട്ടിലിൽ നിന്ന് അമ്മാളു ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. അവനെ തടയണമെന്നുണ്ട്, പക്ഷേ കൈകൾക്ക് ഭാരമില്ലാത്ത അവസ്ഥ. ഒന്നിനും പറ്റാത്ത രീതിയിൽ ശരീരമാകെ തളർന്നു പോയതുപോലെ. കഴുത്തിലാകെ അലഞ്ഞു നടന്ന അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് എന്തോ തേടിയെന്ന പോലെ താഴേക്ക് സഞ്ചരിച്ചു. തീർത്തും അപരിചിതമായ വഴികൾ. കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം താഴേക്കിറങ്ങിയതും അമ്മാളു അവൻ്റെ മുഖം മുടിയിൽ പിടിച്ചു ഒന്നുയർത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ശക്തിക്ക് മുന്നിൽ അത് വെറും പാഴ്ശ്രമമായി മാറി. മനുവേട്ടാ. ഇടയിൽ എപ്പോഴോ ഉയർന്നു പോകുന്ന ശ്വാസനിശ്വാസങ്ങൾക്കിടയിൽ അവൾ വിളിച്ചുപോയി. പക്ഷേ അതൊന്നും അവൻ്റെ ചെവിയിലേക്ക് എത്തുന്നത് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അടുത്ത നിമിഷം പൊടുന്നനെ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ മുഴുവൻ പൊട്ടിച്ചെറിഞ്ഞ് അവൻ്റെ മുഖം തൻ്റെ മാറിലേക്ക് അമരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. ശക്തമായ കിതപ്പിനിടയിലും എവിടെ നിന്നോ കിട്ടിയ ധൈര്യം പോലെ അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ച് മുഖമുയർത്തി. ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവൻ അവളെ മുഖമുയർത്തി നോക്കി. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് വേണ്ടെന്ന രീതിയിൽ തലയനക്കി. പക്ഷേ അവന് തന്നെ തടഞ്ഞു നിർത്താനാവുന്നില്ല എന്ന് തോന്നി. വീണ്ടും അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർന്നിരുന്നു. മതി മതി മനുവേട്ടാ. തൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവൻ വിട്ടുമാറിയ ഏതോ നിമിഷത്തിൽ അവൾ അവനോട് പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടതും മറ്റൊന്നും മിണ്ടാതെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവിടെ അങ്ങനെ ചുംബിച്ചുകൊണ്ടിരുന്നു. അവൾ അവൻ്റെ മുടിയിലൂടെ കൈ കടത്തി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ ശരീരത്തേക്ക് ഭാരം കൊടുക്കണ്ട എന്ന് കരുതി അവൻ അവളുടെ ദേഹത്തു നിന്നും നീങ്ങിക്കിടന്നു. ഐ ലവ് യു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ചെവിയുടെ അരികിൽ അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം അവൾ കേട്ടിരുന്നു. അത് തൻ്റെ ചെവിയിൽ വന്ന് പതിച്ചതും അവൾ കഴുത്തൊന്ന് വെട്ടിച്ചുകൊണ്ട് അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞതും തൻ്റെ നെഞ്ചിലാകെ അറിയുന്ന കണ്ണുനീരിൻ്റെ ചൂടിൽ അവൾ കരയുകയാണ് എന്നവൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നത് അവൻ അറിയില്ലായിരുന്നു. അമ്മു. അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറച്ചു സമയം കഴിഞ്ഞതും അവൻ നേർമയായിട്ടുള്ള ശബ്ദത്തിൽ അവളെ വിളിച്ചു. പക്ഷേ ആ വിളി കേൾക്കാതെ തന്നെ അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു. അമ്മു, എന്നെ നോക്ക്. അവൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് നീക്കിക്കൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് തൻ്റെ നേർക്കുയർത്തി. എന്തിനാ ഇങ്ങനെ കരയണേ? എനിക്ക് സങ്കടം വന്നിട്ട്. മനു ചോദിച്ചപ്പോൾ തന്നെ ഉരുളക്കുപ്പേരി എന്ന കണക്കുള്ള അവളുടെ മറുപടി. അത് കേട്ടപ്പോൾ തന്നെ ആൾ ഓക്കെയാണ് എന്നവന് മനസ്സിലായി. ദേ നീ ആൾ കൊള്ളാലോ. മനു അവളുടെ കവിളിൽ കുത്തി. നാളെ ഒരു കുഞ്ഞു സർപ്രൈസ് കൂടി ഉണ്ട് നിനക്ക്. അവൻ വീണ്ടും പറഞ്ഞതും വീണ്ടും സർപ്രൈസോ എന്ന രീതിയിൽ അവൾ അവനെ അമ്പരന്ന് നോക്കി. ഇനിയോ? പിന്നെ ഇതൊക്കെ ഒരു സർപ്രൈസ് ആണോ? ഇതൊക്കെ സാമ്പിൾ. നാളെ സൂപ്പർ സർപ്രൈസ്. അതെന്താ മനുവേട്ടാ? അതപ്പോൾ അറിഞ്ഞാൽ പോരെ? എങ്കിൽ പിന്നെ ഇപ്പോൾ അതിൻ്റെ കാര്യം എന്നോട് പറഞ്ഞതെന്തിനാ? നാളെ പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മാളും അവനോട് പരിഭവിച്ചു. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. പോടാ. അമ്മാളു താൻ ചേർന്ന് കിടക്കുന്ന അവൻ്റെ നെഞ്ചിൽ ഒന്ന് കളിയായി കടിച്ചു. ദേ, ആവശ്യമില്ലാതെ എന്നെ പ്രലോഭിപ്പിച്ചാൽ നേരത്തെ നിർത്തിയെടുത്തു നിന്ന് തന്നെ ഞാൻ വീണ്ടും തുടങ്ങും. അവൻ അവളെ കളിയാക്കും പോലെ പറഞ്ഞു. അത് കേട്ടതും പിന്നെ അവളൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മാളു അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. മനു ഉണർന്നിട്ടില്ല. അവൻ ഉണരും മുന്നേ മുറിവിട്ട് പോകണം എന്നൊരു പ്ലാനിലാണ് അവള്. കാരണം ഇന്നലെ തങ്ങൾക്കിടയിൽ ഉണ്ടായതൊന്നും മറന്നിട്ടില്ല. ഇന്നലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അന്നേരം അവനൊന്നും പറഞ്ഞില്ല. എങ്കിലും ഇനി വേണമെങ്കിൽ അന്യം കണക്ക് സ്വഭാവം മാറും. പോരാത്തതിന് അവനെ ഫേസ് ചെയ്യാനൊരു മടി. അതുകൊണ്ട് അതൊഴിവാക്കാൻ എന്ന രീതിയിൽ അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി അമ്മാള് വേഗം തന്നെ പുതിയ സാരി വേഗത്തിലൊടുക്കുവാണ്. ഇത്ര ധൃതി വേണ്ട. ഇവിടുത്തെ അമ്പലം അങ്ങനെ അടച്ചു പോകുന്നില്ല. പെട്ടെന്ന് സാരിയുടെ മുന്നിലെ പ്ലീറ്റ്സ് ഒക്കെ വാരി വലിച്ചെന്നോണം ഉടുക്കുന്ന നേരത്ത് ദാ കട്ടിലിൽ നിന്നൊരു സ്വരം. ഇപ്പോൾ ഒന്നും അവൻ ഉണരാൻ പോകുന്നില്ല എന്നൊരു ധൈര്യത്തിലാണ് ഡ്രസ്സിംഗ് റൂമിൽ പോകാതെ അവിടെ തന്നെ നിന്ന് ഡ്രസ്സ് മാറിയത്. അമ്മാളു പതിയൊന്ന് മുഖം ചരിച്ചവനെ നോക്കി. ഓൾമോസ്റ്റ് ഒരു 10 minutes ആയി ഞാൻ ഉണർന്നിട്ട്. അവളുടെ നോട്ടം കണ്ടിട്ടെന്നോണം അവൻ പറഞ്ഞു. അമ്മാളു ഒന്ന് ചിരിച്ചു കാണിച്ചു. സാരി ഉടുക്ക്. എന്തായാലും ഞാനൊന്ന് കുളിച്ചു വരട്ടെ. നമുക്ക് അമ്പലത്തിൽ ഒരുമിച്ച് പോകാം. അത് പറഞ്ഞ് അവൻ അവളുടെ മറുപടി പോലും കാത്തു നിൽക്കാതെ വേഗം ബാത്റൂമിലേക്ക് കയറി. അമ്മാളു സാരി എടുത്തു കഴിഞ്ഞ് കയ്യിൽ കുപ്പിവള ഇടുന്ന തിരക്കിലായിരുന്നു. മെറൂൺ സാരിയിൽ പച്ച നിറത്തിലുള്ള ബോർഡറുള്ള സാരിയാണ് അമ്മാളു ഇട്ടത്. അതുകൊണ്ട് അതുപോലെ തന്നെ പച്ചയും മെറൂണും നിറത്തിലെ കുപ്പിവള എടുക്കുകയാണ് അവള്.
വളകളുടെ ഒരു വലിയ ശേഖരം തന്നെ അവൾക്കുണ്ട്. എല്ലാ തരം നിറങ്ങളും ഉണ്ട്. കുപ്പിവള എടുത്തോണ്ട് നിൽക്കുന്ന സമയം അവൻ ബാത്റൂമിൽ നിന്നിറങ്ങി കബോർഡിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അമ്മാള് കണ്ടിരുന്നു. എങ്കിലും വളകൾ എടുക്കുന്ന തിരക്കില് അമ്മാളും അവനെ ശ്രദ്ധിച്ചില്ല. ഇതെന്താ, വളക്കച്ചവടമാണോ? അവളുടെ പിന്നിൽ വന്ന് നിന്ന് അവളുടെ മുന്നിലിരിക്കുന്ന വളകളുടെ സ്റ്റാൻഡിലേക്ക് നോക്കിക്കൊണ്ട് എന്തോ അത്ഭുതം കണ്ടതുപോലെ ആയിരുന്നു അവനത് ചോദിച്ചത്. ഇതൊക്കെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. മനുവേട്ടൻ കണ്ടിട്ടില്ലേ? അമ്മാളും അവനോട് സംശയത്തോടെ ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല, അതല്ലേ ചോദിച്ചത്. അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. കൂട്ടത്തിൽ അവൻ്റെ നോട്ടം ആ വളകളിലേക്കാണ് പോകുന്നത്. എല്ലാ നിറങ്ങളനുസരിച്ച് ആ സ്റ്റാൻഡിൽ അടക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇനി മാറ്, ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. അവൻ പറഞ്ഞതും അവൾ തിരികെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് മാറാൻ ശ്രമിച്ചു. അവൻ അവളോട് അത്രയും ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആകെ ഒരു പരവേശം തോന്നുന്നുണ്ട്. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാതെ അവൾക്ക് അനങ്ങാനാവില്ല. അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ അടുത്തു നിന്ന് വഴുതി മാറാനുള്ള അവളുടെ സൈക്കോളജിക്കൽ മൂവായിരുന്നു അത്. എങ്കിലും അവൻ അനങ്ങിയില്ല. അതിന് നിന്റെ റെഡിയായി കഴിഞ്ഞോ? വീണ്ടും അവളുടെ ഷോൾഡറിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. കൂട്ടത്തിൽ കണ്ണാടിയിൽ അവളുടെ മുഖത്തേക്കും അവൻ നോക്കി. ഉവ്വല്ലോ, കണ്ണെഴുതി, മുടികെട്ടി, പൊട്ടുതൊട്ടു, വളയിട്ടു, ഇത് കൂടുതൽ എന്താ? അമ്മാളും അത് ചോദിച്ച് അവൻ്റെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. അതല്ല, ഈ ബ്ലഷ്, ലിപ്സ്റ്റിക് അങ്ങനെയൊന്നുമില്ലേ? അവളുടെ കവിളിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു അവൻ. അതിന് ഞാനതൊന്നും യൂസ് ആക്കാറില്ലല്ലോ. അമ്മാളും അത് ചോദിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയിരുന്നു. എന്താ? പെട്ടെന്ന് അവൻ അങ്ങനെ അവളെ എടുത്ത് ഉയർത്തിയപ്പോൾ അവൾ ചെറുതായി ഒന്ന് പേടിച്ചു പോയി. അതുകൊണ്ട് തന്നെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൾ കണ്ണു മിഴിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ഞാൻ അതല്ല ചോദിച്ചത്. എന്തായാലും ബർത്ത്ഡേ ഒക്കെ ആയിട്ട് സുന്ദരിയായിട്ട് ഒരുങ്ങുന്നതല്ലേ, അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കും ബ്ലഷും ഒക്കെ ആകാമെന്ന് പറഞ്ഞതാണ്. ഞാൻ അതിനതൊന്നും ഉപയോഗിക്കാറില്ലെന്നല്ലേ ഞാൻ തിരിച്ചു പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് മാറ്റാൻ എന്ന രീതിയിൽ അമ്മാളും ഒന്ന് തള്ളി നിർത്തി. ബട്ട് ഐ എം ഷുവർ ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് ബ്യൂട്ടിഫുൾ. അവളുടെ ചെവിക്കരികിൽ വന്നുകൊണ്ട് അവൻ്റെ നിശ്വാസം കലർന്ന ശബ്ദം. മനുവേട്ടാ, എനിക്ക് അമ്പലത്തിൽ പോകണം. അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് വന്നതും അവളുടെ ശബ്ദം ആകെ വിറച്ചു. അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കാതെ തന്നെയാണ് അവൾ അത് പറഞ്ഞത്. പക്ഷേ അവൻ ഒട്ടും അനങ്ങിയില്ല. അമ്പലത്തിൽ പോണോ? അവൻ അവളോട് വീണ്ടും കുസൃതിയോടെ ചോദിച്ചു. മനുവേട്ടാ. തൻ്റെ മുന്നിൽ തൻ്റെ ചുണ്ടുകളിൽ മുട്ടിയില്ല എന്ന രീതിയിൽ നിൽക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൾ അവനെ വിളിച്ചത്. ഐ എം ഗോയിങ് ടു ഗീവ് യു സം നാച്ചുറൽ ബ്ലഷ്. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടു ചേർത്തു. അധികം നേരം നീണ്ടു നിന്നില്ല എങ്കിൽ പോലും അവൻ അവളുടെ ചുണ്ടിനെ ഒന്നാകെ നുണഞ്ഞെടുത്തിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം അവൻ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവളുടെ ചുണ്ടുകളും കവിളും ഒരുപോലെ ചുവന്നു തൊടുത്തിരുന്നു. ഐ ലവ് യു ആൻഡ് എഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. അവൻ പറഞ്ഞതും അമ്മാളും അവൻ്റെ കണ്ണിലേക്ക് എന്തോ അത്ഭുതം കണ്ടതുപോലെയാണ് നോക്കിയത്. അവൾക്ക് അപ്പോഴും അതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. അപ്പോഴും താൻ ഏതോ മായാലോകത്തെത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നത്. തിരികെ ഒന്നും പറയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. വാ, അമ്പലത്തിൽ പോണ്ടേ? കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അത് കണ്ട് അവൻ അവളുടെ നെറുകയിൽ വീണ്ടും ഒന്ന് ചുംബിച്ചു. എൻ്റെ ഭാഗ്യാണ്. അവൻ അങ്ങനെ കൂടെ പറഞ്ഞതും നിറഞ്ഞ കണ്ണുകൾ അവൻ പോലും കാണാതെ അവൾ ഒളിപ്പിച്ചിരുന്നു. താഴേക്ക് വരുമ്പോൾ അമ്മയും ഉണ്ണിയും അവളെ കാത്തുന്ന പോലെ നിൽക്കുമായിരുന്നു. ഇത് എത്ര നേരമായി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ കാത്തിരിക്കുന്നു. താഴെ സോഫയിലായിട്ടിരുന്ന് ചായ കുടിക്കുന്ന ഉണ്ണി മുകളിൽ നിന്ന് അമ്മാളും മനുവും നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അമ്മയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. തുടരും. ഫോണിൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യുന്നതിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഐ ഡോണ്ട് ഹാവ് എ മൈക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ മൈക്ക് ഉപയോഗിച്ച് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ എന്തോ ഇപ്പം ഇന്ന് പാർട്ട് റെക്കോർഡ് ചെയ്തിട്ട് സൗണ്ട് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. സോറി ഫോർ ദാറ്റ്. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. ബൈ.